നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളുടെ അച്ഛൻ ഇപ്പൊ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല ബിഗ് ഫ്രണ്ട്. അച്ഛൻ എന്നെ ഫോൺ വിളിച്ചിരുന്നു. ഇതൊന്നും സത്യാമ്മ അംഗീകരിച്ച് തരാത്ത കാലത്തോളം നിങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം ഇല്ല. അപ്പൊ പിന്നെ സത്യക്ക് ഇങ്ങനെ ഒരു മോഹം കൊടുക്കണോ? ഇപ്പൊ അവൾക്ക് അച്ഛനില്ലെന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഉണ്ടെന്നറിഞ്ഞിട്ട് ഒന്നിച്ച് കഴിയാൻ പറ്റാത്തൊരവസ്ഥ വന്നാലോ? ആ കുഞ്ഞിന് താങ്ങാൻ പറ്റില്ല. അപ്പോഴും ഇപ്പൊ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്തോ കാര്യമായ സംഗതിയുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര ഓടിച്ചാടി ഇവൻ ഇതിനകത്തേക്ക് കയറില്ല. എന്താണെന്നറിയണം. ശാരദാമ്മ, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. സത്യന്റെ മകളാണെന്ന് ഞാൻ വിശ്വസിക്കുക. ആ ഉറപ്പിന്റെ പുറത്താ ഇനിയുള്ള എന്റെ ജീവിതം. എടാ, അതിന് വിശ്വസിക്കാനൊന്നും ഇല്ലടാ പൊട്ടൻചങ്കര. അത് നിന്റെ മോള് തന്നെയാ. പപ്പി നിന്റെ മോള് തന്നെയാ. ഇതൊക്കെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയല്ലേ ഞാൻ നടക്കുന്നേ. ആ എന്നെയാണെങ്കിൽ നിനക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല. സത്യ വിളിക്കേ, എനിക്ക് അവളെ കാണണം. സത്യേ, മോളെ സത്യേ, സത്യമോളെ. ഹായ് ബിഗ് ഫ്രണ്ട്. ഇത് എപ്പോ വന്നു? മോൾക്ക് സുഖമില്ലാതിരിക്കാന്ന് പപ്പി പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. മോൾക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ബിഗ് ഫ്രണ്ട് പറഞ്ഞില്ലേ അമ്പലത്തിൽ വിളക്ക് കത്തിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളാൻ. ഞാൻ അതുപോലെ ചെയ്തു. അപ്പൊ ശിവഭഗവാൻ പറഞ്ഞത് എന്റെ അച്ഛൻ വരുമെന്നാ. ഞാൻ ഇവിടെ വെൽക്കോന്നൊക്കെ എഴുതി അച്ഛനെ കാത്തിരുന്നു. പക്ഷെ അച്ഛൻ മാത്രം വന്നില്ല. അതിനെന്തിനാ മോള് ഭക്ഷണം കഴിക്കാതിരുന്നേ? അച്ഛൻ വരാത്തോണ്ട്. സത്യമോക്കത് വലിയ വിഷമായി. അതാ ഒന്നും കഴിക്കാതിരുന്നത്. എല്ലാ കുട്ടികളും കളിയാക്കുക എന്നെ. ഫാദേഴ്സ് ഡേക്ക് ബിഗ് ഫ്രണ്ട് വന്നതിനും കൂടി എന്നെ കളിയാക്കി. ഏതോ ഒരു ഓട്ടക്കാരനെ ഞാൻ വാടകയ്ക്ക് വിളിച്ചോണ്ട് വന്നെന്നാ അവര് പറയുന്നേ. എനിക്കവിടെ മുന്നിലൊക്കെ എന്റെ അച്ഛനെ കാണിക്കണം. അത് കാണിക്കാം. ഇനി അച്ഛനില്ലാത്ത വിഷമം മോൾക്കുണ്ടാവാൻ പാടില്ല. അതിനാ ഞാനിപ്പോ വന്നിരിക്കണേ. മോളുടെ അച്ഛൻ ഇപ്പൊ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല ബിഗ് ഫ്രണ്ട്. അച്ഛൻ എന്നെ ഫോൺ വിളിച്ചിരുന്നു. ഉടനെ എന്നെ കാണാൻ വരുമെന്നും പറഞ്ഞു.
എന്താ മോള് പറഞ്ഞ? അച്ഛൻ വിളിച്ചിരുന്നോ? അതേന്നേ, ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞാനും ചോദിച്ചു ഒരുപാട് കാര്യങ്ങള്. ജോലി തിരക്കായോണ്ടാ ഇത്രയും നാളും വരാതിരുന്നേന്നും പറഞ്ഞു. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരാളും കൂടെ ഉണ്ടോ? എടി മിണ്ടാപ്പൂച്ചേ, അതാരാടി പുതിയൊരു അവതാരം? ഇതിപ്പോ ഇവരെല്ലാം കൂടി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ലല്ലോ എന്റെ ദൈവമേ. ഇനി അതാരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇനി അയാളുടെ പിന്നാലെ പോണം. ബിഗ് ഫ്രണ്ട്, അച്ഛൻ വരും. അമ്മേ, അച്ഛൻ ഉടനെ എന്നെ വരും. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? മോനെ പറ്റിക്കാനായിട്ട് അവള് വെറുതെ ചുമ്മാ പറയുന്നതാ. ഇല്ലാത്തൊന്നും പറയല്ലേ മോളെ. ഏയ്, ഇല്ലാത്തൊന്നല്ല, സത്യമാ. അച്ഛൻ എന്നോട് പറഞ്ഞതാ നേരിട്ട് വരാന്ന്. അച്ഛൻ വരും ബിഗ് ഫ്രണ്ട്. അച്ഛൻ വന്നാ ഞാൻ ബിഗ് ഫ്രണ്ടിനെ വിളിക്കാം. അപ്പൊ കാണാൻ വരണോട്ടോ. മോളിങ്ങി വന്നേ, അപ്പുറത്ത് കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വാ, ഞാൻ എടുത്തു തരാം. അച്ഛനെ കാണാൻ വരണേ ബിഗ് ഫ്രണ്ട്. വാ ഇങ്ങോട്ട്. വരണേ വരണേ ബിഗ് ഫ്രണ്ട്. വിഷ്ണുട്ടാ, ശാലിനി, എന്താ ഇത്? വിഷ്ണുട്ടാ, അത് എടോ, താൻ ഇനിയെങ്കിലും സത്യം പറ. സത്യ ഫോൺ വിളിച്ചതാരാ? പറയടോ, അങ്ങനെ സത്യക്കൊരു അച്ഛനുണ്ടോ? എനിക്കറിയില്ല. അവള് വെറുതെ ഓരോന്നും. ഇനി ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതാരാണെന്ന് എനിക്കറിയില്ല. മതി, അത് നിർത്ത്. വിഷ്ണുട്ടാ, ഞാൻ എല്ലാം എന്റെ മാത്രം തെറ്റാ. അമ്മയെ ധിക്കരിച്ചൊന്നും പ്രവർത്തിക്കാത്തതാണ് എനിക്ക് സംഭവിച്ച കുഴപ്പം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും സഹിച്ചു മുന്നോട്ട് പോകാൻ എനിക്കാവില്ല. ഞാനൊരു തീരുമാനത്തിലെത്തുക. അതിൽ താൻ എന്റെ ഒപ്പം നിൽക്കണം. വിഷ്ണുട്ടാ, എന്താ ഉദ്ദേശിക്കുന്നത്? പഴയതുപോലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു ലോകം. ഞാനും താനും പിന്നെ നമ്മുടെ സത്യമോളും മാത്രം. ഇടോ, നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണ്ടേ? ഒരുപാട് ആലോചന ശേഷം എടുത്ത തീരുമാനമാ. ഇനി അതിന് മാറ്റമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.